ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കൊടിമരക്കൊള്ളയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. കൊടിമരക്കൊള്ള അന്വേഷിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. നിലവിൽ ഒരു SIT സ്വർണ്ണമോഷണം അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഭാഗമായി മറ്റൊരു SIT കൂടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അജയ് തറയിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നു. നോക്കാം എന്താണ് ഈ കേസിൽ നടക്കാൻ പോകുന്നതെന്ന്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണമോഷണ കേസ് കൂടുതൽ വിപുലമാവുകയാണ്. കൊടിമരക്കൊള്ളയിലേക്ക് അന്വേഷണം പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള SITക്ക് പുറമെ അതിന്റെ ഭാഗമായി തന്നെ കൊടിമരക്കൊള്ള അന്വേഷിക്കാൻ മാത്രം ഒരു പ്രത്യേക സംഘം വരികയും ചെയ്യും, അല്ലേ? ഇന്ന് അന്വേഷണ സംഘത്തെ തീരുമാനിക്കുമോ? പ്രധാനമായും ഇതിനകത്തുള്ളൊരു കാര്യം കോടതി വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്, നിലവിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവതരമായ രണ്ട് വിഷയങ്ങൾ ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ മൂന്നാമത്തെ കേസ് വിജിലൻസിന് നൽകിയിട്ടുള്ളത്. അത് 2017 കോൺഗ്രസിൻ്റെ ഭരണസമിതി ശബരിമലയിൽ ഇരിക്കുമ്പോൾ, ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഇരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണ കൊടിമരത്തിൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട്, അതിൽ നിന്നും സ്വർണ്ണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ സ്വർണ്ണ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയും ക്രമക്കേടും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിർണായകമായ പല ചോദ്യങ്ങളും കോടതി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും സ്വാഭാവികമായും വിജിലൻസിൻ്റെ സംഘം അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് വിജിലൻസിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ നിയോഗിക്കും. ഉടൻ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ, വളരെ വിപുലമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലുകൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ 2017 കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന ആ ദേവസ്വം ബോർഡിനെ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ആ ദേവസ്വം ബോർഡിലെ അംഗമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അജയ് തറയിൽ ഇപ്പോഴുണ്ട്. അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് വിജിലൻസ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേസ് തന്നെയാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം. എന്നാൽ ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായി കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിനകത്ത് വലിയ സ്വർണ്ണ മോഷണം, ഇതിനകത്ത് സ്വർണ്ണ കൊള്ള തന്നെ ഇതിനകത്ത് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 10,000 ഗ്രാമോളം സ്വർണം ഈ വിശ്വാസികളിൽ നിന്ന് സംഭാവനയായി ലഭിച്ചതുൾപ്പെടെയുള്ള 10,000 ഗ്രാമോളം സ്വർണം ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 300 ഗ്രാം സ്വർണത്തിൻ്റെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ടാമത് സ്വർണ്ണ കൊടിമരം മാറ്റി സ്ഥാപിച്ച ഘട്ടത്തിൽ 300 ഗ്രാമോളം സ്വർണത്തിൻ്റെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വർണം എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതോടൊപ്പം നേരത്തെ മുതൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായുള്ള വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട്, കണ്ഠരര് മഹേശ്വർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചില പ്രചരണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. അത് ഹൈക്കോടതിയെ വളരെ കൃത്യമായി അത് ബോധിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു വാജിവാഹനത്തിൻ്റെ കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അതേ ഹൈക്കോടതി ഇന്നലെ ഇപ്പോൾ വളരെ കൃത്യമായി ചോദിക്കുന്നു, ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് എന്തിനാണ് എന്നുള്ളതാണ്. ഇത് സ്വർണത്തിൻ്റെ വാജിവാഹനമാണ്. അത് തന്ത്രിക്ക് എന്തിന് കൈമാറി, അത്തരമൊരു തീരുമാനം ഏത് സാഹചര്യത്തിൽ കൈക്കൊണ്ടു എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കമലേഷ് തന്നെ നേരത്തെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയുണ്ടായിരുന്നല്ലോ. അതായത് ഈ സ്പെഷ്യൽ ഉത്തരവുണ്ടല്ലോ ദേവസ്വം ബോർഡിന് 2012 ഈ വാജീവാഹനം അടക്കമുള്ള കാര്യങ്ങൾ അത് അയ്യപ്പന്റെ സ്വത്താണ്, ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്, അത് മറ്റാർക്കും കൈമാറാൻ പാടില്ല എന്ന വളരെ കൃത്യമായ ഉത്തരവ് നിലനിൽക്കുകയാണ്. അതിനെ മറികടന്നുകൊണ്ട് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ അജയ് തറയിൽ ഇപ്പോഴുമുണ്ട്. അജയ് തറയിൽ അടക്കമുള്ളവർ ചേർന്ന് വാജീവാഹനം തന്ത്രിക്ക് കൊടുത്തത് അതൊക്കെ നിയമവിരുദ്ധമാണ്. ഇനി അതിനപ്പുറത്തേക്ക് കമലേഷ് ഇതിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. 2011 മുതലാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സുവർണ്ണകാലം വീണ്ടും ആരംഭിക്കുന്നത്. അപ്പോൾ 2013 ഇയാൾക്ക് ആദ്യ അനൗദ്യോഗിക സ്പോൺസർഷിപ്പ് അവിടെ ലഭിക്കുന്നത്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നത് VS ശിവകുമാർ ആയിരുന്നു. ഈ 2013 ഈ ചിതലരിക്കുന്ന കോൺക്രീറ്റ് കൊടിമരം ചിതലരിക്കുന്ന ലോകത്താദ്യമായിട്ടുള്ള അപൂർവ പ്രക്രിയയ്ക്ക് ശബരിമലയിൽ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം
അതിൻ്റെ തുടർ നീക്കങ്ങൾ ഒരുപാട് വന്ന് ഒടുവിൽ 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുതിയ കൊടിമരം അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ അന്വേഷണം ഇങ്ങനെ പോവുകയാണെങ്കിൽ 2013 കൊടിമരം മാറ്റാനുള്ള ആലോചന തുടങ്ങിയ നിമിഷം മുതലുള്ള സംഭവങ്ങളിലേക്ക് പോകും. വരും ദിവസങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ, നമ്മൾ ഈ പറയുന്ന അജയ് തറയിൽ അപ്പുറത്തേക്കുള്ള നേതാക്കൾ SITയുടെ മുൻപിലേക്ക് എത്തേണ്ടി വരും. മനു, തീർച്ചയായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യമായി ശബരിമലയിൽ എത്തുന്നത് നേരത്തെ KC വേണുഗോപാൽ ഈ പറയുന്നത് പോലെ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായി വരുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായി ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ ദേവസ്വം മന്ത്രിയായി VS ശിവകുമാർ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ഈ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് 2017 അതിലൊരു തീരുമാനമുണ്ടാകുന്നത്. 2016 മുതൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ തൊട്ടുള്ള ഇതിൻ്റെ മറ്റ് ഇടപാടുകളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് വളരെ കൃത്യമായ അന്വേഷണം നിലവിൽ വിജിലൻസ് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുമുണ്ട്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിജിലൻസിനെ തന്നെ ഈ അന്വേഷണം ഏൽപ്പിച്ചിട്ടുള്ളത്. ഹൈക്കോടതി വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. വളരെ ഗൗരവതരമായ 2 അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ അന്വേഷണം. ഇതിന് വലിയ വ്യാപ്തിയുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 90 ദിവസത്തിനകം ഓടിപ്പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ച് ഈ പ്രതികൾക്കാകെ രക്ഷപ്പെടാനുള്ളൊരു പഴുതുണ്ടാക്കി കൊടുക്കണ്ട എന്ന് ഹൈക്കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. വളരെ കാര്യമായി അന്വേഷിച്ച്, വളരെ കൃത്യമായി അന്വേഷിച്ച്, സമയമെടുത്ത് അന്വേഷിച്ച്, വളരെ വിപുലമായ നിലയിൽ വളരെ പഴുതടച്ച രീതിയിലുള്ള കുറ്റപത്രം തന്നെ കോടതിയിൽ സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ആശങ്കപ്പെടുന്ന നിലയിൽ പെട്ടെന്ന് ഇതിൻ്റെ കുറ്റപത്രം നൽകാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, ഒരു കുറ്റവാളികളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന നിലയിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ നേരത്തെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മൂന്നാമത്തെ കേസ് വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്.